സങ്കടപ്പെടല്ലടാ, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതെ അതെ, പോട്ടടാ, വിട്ടേക്ക്. നമ്മളൊക്കെ കൂടെ ഇല്ലേ? അതെ, നമ്മളൊക്കെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ എന്താണ് ഇങ്ങനെ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു. ആദ്യം എൻ്റെ കയ്യിൽ നല്ലൊരു ഫോൺ ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും സെറ്റപ്പ് അല്ലായിരുന്നു, ട്രൈപോഡൊന്നും ഉണ്ടായിട്ടില്ല. മരത്തിൻ്റെ ഗല്ലിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സൗകര്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടൊക്കെ തുണിയെല്ലാം കെട്ടി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്. അയാൾ ഇത്രയും ആഗ്രഹിച്ച് പടുതുയർത്തിയ തൻ്റെ 1.5 മില്യൺ സബ്സ്ക്രൈബുള്ള യൂട്യൂബ് ചാനൽ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി. എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവൻ്റെ പകുതി പോയ പോലെയാണ്. കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല ടെൻഷനുണ്ട്. ഇതല്ലാതെ വേറെ വരുമാനമില്ല. ഇതിൽ നിന്ന് ഉണ്ടാക്കിയതൊക്കെ ഒരു തട്ടിപ്പ് കമ്പനിയിൽ ഇട്ടിട്ട്, അല്ല കമ്പനി നല്ല ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്, പക്ഷെ തട്ടിപ്പായി പോയി. പാവാണ്, ഒന്നുമില്ല. അതിലൊക്കെ വീടുണ്ടാക്കാം, ഒരു കല്യാണമൊക്കെ കഴിക്കാം, പിന്നെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചതാണ്. പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, പ്രിയപ്പെട്ട വ്ളോഗർമാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ നാളുകളിൽ ഇതേ അവസ്ഥ നമുക്കും ഉണ്ടാവും. 1.5 മില്യൺ, അതുകൂടെ അതിനോടൊപ്പം 20 ലക്ഷം രൂപ. വളരെ സങ്കടമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്, അല്ലേ? ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടാകുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് പറഞ്ഞില്ല എങ്കിൽ അതൊരു ശരിയല്ല. വേറൊന്നുമല്ല, ഞാനൊക്കെ യൂട്യൂബിലേക്ക് വരുന്നതിന് മുൻപ്, ഒരുപക്ഷെ യൂട്യൂബിൻ്റെ ABCD അറിയുന്നതിന് മുൻപ്, യൂട്യൂബ് ഉപയോഗിച്ച് അരി വാങ്ങാനുള്ള സങ്കല്പങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് യൂട്യൂബിലൂടെ വന്ന ഒരു മനുഷ്യനാണ് അസി അടൂർ. ഒരു സാധാരണ കുടുംബത്തിൽ ഇപ്പോഴും തേച്ചിട്ടില്ലല്ലോ അല്ലെ, വീടൊന്നും അല്ലെ, കല്ലുകൊണ്ട് പാകിയിട്ടുള്ള ഈ തേപ്പൊന്നും നടക്കാത്ത ഒരു ഓട് മേഞ്ഞിട്ടുള്ള ആ പഴയ വീട് തന്നെ അല്ലെ. അതിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. 2016 കാലഘട്ടങ്ങളിൽ യൂട്യൂബിലേക്ക് വന്നിട്ട് 2023 ഈ നിമിഷം വരെ അദ്ദേഹത്തിനുള്ള സബ്സ്ക്രൈബ് ഏകദേശം 15 ലക്ഷം ഉണ്ടായിരുന്നു. അതായത് 1.5 മില്യൺ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉള്ള ഒരാൾ. ഇന്നേ വരെ ഒരു വിവാദ വിഷയങ്ങളിലില്ല, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സാധാരണക്കാരനായ ഈ ചെറുപ്പക്കാരൻ തൻ്റെ വ്ളോഗിലൂടെ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന ഒരു വ്ളോഗറായിരുന്നു ഇയാൾ, അല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം അയാളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം ഉണ്ടായി. അയാൾ ഇത്രയും ആഗ്രഹിച്ച് പടുതുയർത്തിയ തൻ്റെ 1.5 മില്യൺ സബ്സ്ക്രൈബുള്ള യൂട്യൂബ് ചാനൽ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി. അതായത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൻ്റെ പേരിൽ, സ്ട്രൈക്കിൻ്റെ പേരിൽ, 3ഓളം സ്ട്രൈക്ക് വന്നതിൻ്റെ പേരിൽ ഇയാളുടെ ചാനൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ചു കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷേ ഒരു രീതിയിലും യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് ഈ മനുഷ്യനുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, ഖദർഭായി, ഞാനൊരു ചെറിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളോട് എനിക്ക് പറയാം എന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അസിയെ നമുക്ക് പരിചയപ്പെടാം, അല്ലേ? അസി കുടുംബത്തിലെ ഏക പ്രതീക്ഷ അസിയാണ്, അല്ലേ? ഈ ചാനലാണ് ഏക വരുമാനം മാർഗം. വല്ലാത്തൊരവസ്ഥയിലാണ് അസി ഉള്ളത്. എന്താ പറയാനുള്ളത്? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി. അപ്പോൾ ആദ്യം യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തതായിരുന്നു. ആദ്യം എൻ്റെ കയ്യിൽ നല്ലൊരു ഫോൺ ഉണ്ടായിട്ടില്ല, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊന്നും സെറ്റപ്പ് അല്ലായിരുന്നു, ട്രൈപോഡൊന്നും ഉണ്ടായിട്ടില്ല. മരത്തിൻ്റെ ഗല്ലിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സൗകര്യമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ടൊക്കെ തുണിയെല്ലാം കെട്ടി വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്.
അങ്ങനെ ഒന്നും ഇല്ലാത്തതിൽ നിന്ന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വളർത്തിയ ഒരു യൂട്യൂബ് ചാനലായിരുന്നു. അപ്പോൾ അങ്ങനെ വളർത്തിയെടുത്ത ഒരു യൂട്യൂബ് ചാനലായിരുന്നു. കൂടുതലും ടെക് വീഡിയോസാണ് ഞാൻ ഇടാറ്. കാരണം എനിക്ക് മൊബൈൽ ഫോണിനോട് അന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ പല ട്രിക്കും ടിപ്സും ഒക്കെ ആയിരുന്നു എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് വന്നിട്ട് ചാനലിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ എനിക്ക് വലിയ രീതിയിൽ ടെൻഷൻ അടുപ്പിക്കുകയാണ്. കാരണം എൻ്റെ ജീവിത വരുമാനം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ മാത്രമാണ്. വേറെ എനിക്ക് ജോലിയൊന്നും ചെയ്തിട്ടൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അന്ന് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ പിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വല്ലാത്തൊരു കഷ്ടപ്പാടിൻ്റെ ജീവിതമാണ്. 5 മക്കളുണ്ട് അല്ലേ? അതെ, 5 മക്കളുണ്ട്. കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷകളാണ് അല്ലേ? അതെ അതെ. അപ്പോൾ നേരത്തെ എന്നോട് പറഞ്ഞു വീട്ടുകാർക്കൊന്നും ചാനൽ പോയ കാര്യം അറിയില്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ കരയും, അവർക്ക് ടെൻഷനാവും. കാരണം ഞാൻ തന്നെയാണ് ഇപ്പോൾ ജോലി എടുക്കുന്നുള്ളത്. പിന്നെ ഉപ്പാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ ജോലിയില്ലാതെ നാട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് നാട്ടിലിങ്ങനെ പള്ളിയിലിങ്ങനെ പണിയെടുക്കുന്നുള്ളതാണ്, മദ്രസ പഠിപ്പിച്ചുകൊണ്ട് ഉള്ളതാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണ് പ്രതീക്ഷ. ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള എൻ്റെ സ്വപ്നം കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലാണ്. അപ്പോൾ അതെന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. പിന്നെ നല്ല ടെൻഷനിലാണ്. പിന്നെ എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു 20 ലക്ഷത്തോളം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എന്നെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നു. അതും വല്ലാത്തൊരു സങ്കടമുള്ള കാര്യമാണ്. കാരണം യൂട്യൂബിൽ നിന്ന് ഇത്രയും കൊല്ലം അധ്വാനിച്ചിട്ട് കിട്ടിയിട്ടുള്ള ഒരു പൈസ അത് ഷെയർ മാർക്കറ്റിൻ്റെ പേരിലല്ലേ? അല്ല, അത് ഒരു കമ്പനിയിൽ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതും ഇയാളെ തട്ടിപ്പാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൈസയും 20 ലക്ഷം രൂപയും ഇയാളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ആകെ ഡിപ്രഷൻ്റെ മുകളിൽ ഡിപ്രഷനായി നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു സങ്കടം തന്നെയാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നമുക്ക് ഇദ്ദേഹത്തെ കരകയറ്റി കൊണ്ടുവരണം. കാരണം ഇങ്ങനെ നല്ല ആള്, യൂട്യൂബിലൊക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരാള് ഇന്ന് എൻ്റെ അരികിൽ വരുമ്പോൾ അല്ലാതെ ഞാൻ പറയുന്നത് തല താഴ്ത്തരുത് എന്നുള്ളതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്കിപ്പോൾ നഷ്ടപ്പെട്ടത് എൻ്റെ ജീവൻ്റെ പകുതി പോയ പോലെയാണ്. കാരണം അത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, നല്ല ടെൻഷനുണ്ട്. എൻ്റെ സങ്കടപ്പെടേണ്ട, നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരം കാണാം എന്നല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല. സങ്കടപ്പെടേണ്ട. ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ വാന്നെല്ലാം പറഞ്ഞു, അങ്ങനെ ഞാൻ വന്നതാണ്. അല്ല, ഞാനാണ് ഈ പറയുന്ന അസിയെ വിളിച്ചത്. അസി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിനി എന്ത് ചെയ്യും കവർബായി, എന്താണ് എനിക്കിനി വഴിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, നിങ്ങൾ വാ, പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. സങ്കടപ്പെടല്ലടാ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഞാൻ പറഞ്ഞു നീ വാ, നമുക്ക് പരിഹാരം കാണാൻ പറ്റാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അവനോട് പറഞ്ഞു നീ വരാൻ പറഞ്ഞു. ആൾ വലിയ സങ്കടത്തിലാണ്. കാരണം ആളുടെ വരുമാന മാർഗം ഇതല്ലാതെ വേറെ വരുമാനമില്ല. ഇതിൽ നിന്ന് ഉണ്ടാക്കിയതൊക്കെ ഒരു തട്ടിപ്പ് കമ്പനിയിൽ ഇട്ടിട്ട്, അല്ല കമ്പനി നല്ല ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ്, പക്ഷെ തട്ടിപ്പായി പോയി. പാവാണ്, ഒന്നുമില്ല. അതിലൊക്കെ വീടുണ്ടാക്കാം, ഒരു കല്യാണമൊക്കെ കഴിക്കാം, പിന്നെ വീട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചതാണ്. ഭയങ്കര സങ്കടത്തിലാണ് ആളിങ്ങനെ നല്ലൊരു എനർജറ്റിക് ആയിരുന്നു. എൻ്റെ അധ്വാനമാണ് നഷ്ടപ്പെട്ടത് എൻ്റെ യൂട്യൂബ് ചാനൽ. അതിൽ നല്ല ടെൻഷനുണ്ട്, വിഷമമുണ്ട്. ഉമ്മ ഇതറിഞ്ഞാലെന്താവും? എന്ത് പറയും? ഉമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അവരൊക്കെ ടെൻഷൻ അടിക്കുമെന്ന് പറഞ്ഞിട്ട്. ഉപ്പാക്കും അറിയില്ല. അവരെ ഏക പ്രതീക്ഷ ഇതിലായിരിക്കും അല്ലേ? അതെ. ഒരുപാട് ഞാൻ ഈ പണ്ട് സാറല്ല എനിക്ക് പോട്ടെ, അത് നമ്മളൊക്കെ വ്ളോഗേഴ്സ് അല്ലേ, നമ്മളൊക്കെ ആളുകൾക്ക് എന്താ പറയുന്നത്, ആളുകൾക്ക് അവയർനെസ് കൊടുക്കേണ്ട ആളുകളാണ്. അതെ, ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതേ ഉള്ളൂടാ. ഇങ്ങനെ നീ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. അതെ, പോട്ടെ, വിട്, നമുക്ക് ശരിയാക്കാം പ്രിയമുള്ളവരെ.
ഞാൻ വളരെ സങ്കടത്തോട് കൂടിയിട്ട് പറയാണ്, പ്രിയമുള്ളവരെ, ഈ പാവത്തിന് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയാം, പക്ഷെ എന്നാലും ഇദ്ദേഹത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ ഇദ്ദേഹത്തിന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണം. ആ നോട്ടിഫിക്കേഷന്റെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. നമുക്കൊക്കെ കൂടെ നിർത്താം, കാരണം ഈ മേഖലയിലൂടെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എൻ്റെയും അരി തന്നെയാണ്. ഞങ്ങൾ ഈ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് വരുന്നു, അതിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ അരി, അതായത് റവന്യൂ, ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ പൈസ ഉണ്ടാക്കുന്ന മേഖലയിൽ തന്നെയാണ്, ഞങ്ങളുടെ ജോലി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മേഖലയിലുള്ള ഒരാളാണ് ഈ പറയപ്പെടുന്ന അസി. അപ്പോൾ വല്ലാത്ത വിഷമത്തിലാണ്. കാരണം ഇയാൾ പറയുന്നത്, എൻ്റെ ഉമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഉപ്പ, അവരൊക്കെ എൻ്റെ ഈ ചാനലിൻ്റെ വരുമാനത്തിലാണ് ഒരു മാസം കഴിഞ്ഞു പോകുന്നത്. വലിയ വരുമാനമൊന്നും ഇല്ല, കുറച്ചേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ലക്ഷക്കണക്കിന് വരുമാനമുള്ള യൂട്യൂബർ ഒന്നും അല്ല, വളരെ ചെറിയ വരുമാനമുള്ള ഒരാളാണ്. പക്ഷെ ആ വരുമാനം കൊണ്ടാണ് യൂട്യൂബിലൂടെ പോകുന്നുള്ളത്. ആകെ വിഷമത്തിലാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേ അവസ്ഥയാണ്, ഡിപ്രഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ പോട്ടടാ, വിട്ടേക്ക്, നമ്മളൊക്കെ കൂടെ ഇല്ലേ? അതെ, നമ്മളൊക്കെ കൂടെ ഉണ്ട്, നിന്റെ കൂടെ തന്നെ ഉണ്ട്. നീ എന്താണ് ഇങ്ങനെ, നീ എനർജറ്റിക് ആയി നിൽക്കണം, പവറായിട്ട് നിൽക്കണം, നമുക്ക് തിരിച്ചു വരവ് ആഘോഷിക്കണം, അല്ലെ? അസിയുടെ ഈ തലകുണിച്ചിട്ടുള്ള ഈ നൃത്തം മാറ്റിയിട്ട്, അസി ഇതാ നിങ്ങളുടെ കൂടെ കാതിർക്ക മാത്രമല്ല ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ ആത്മാഭിമാനത്തോടെ പറയണം. നമുക്ക് ഈ ചെറുപ്പക്കാരനെ വീണ്ടും കൊണ്ടുവരണം, ഇവന്റെ കൂടെ നമുക്ക് നിൽക്കണം, അല്ല അടിപൊളിയാക്കി മാറ്റണം. പഴയ നമ്മുടെ ഒരുപക്ഷെ എന്നെക്കാളും സീനിയറാണ്, പക്ഷെ ഇങ്ങനെ നമ്മുടെയൊക്കെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ തല കുനിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട് നമുക്ക്. ഉയർത്തടാ, നീ ടെൻഷനാവല്ലേ? അത് ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞുതരാം. അതിയുടെ ഏതുപോലെയുള്ളതല്ല എങ്കിൽ പോലും ആയിരക്കണക്കിന് പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. പുറത്ത് ആയിരക്കണക്കിനുള്ള പ്രശ്നമുള്ള ആൾക്കാരാണ്. ഇപ്പൊ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകളുണ്ട്, നാളെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്, കൈ കിട്ടിയ രണ്ടെണ്ണം പൊട്ടിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്, ഈ കേസ് ഒന്ന് കഴിഞ്ഞോട്ടെ അടുത്ത കേസ് നിനക്ക് ഉണ്ടാക്കി തരാന്ന് പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. പക്ഷെ അവരുടെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ തലകുനിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർ ജയിക്കും. നമ്മളല്ല പ്രതിസന്ധികളെ പ്രതിരോധിക്കാനുള്ള ആളുകളായിരിക്കണം. ഞാനും നിന്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയണേ. പക്ഷെ ഇപ്പോ നമുക്ക് മനസ്സിലായി, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഊഷിരോടെ നേരിടണം, അല്ലാതെ പറഞ്ഞ വഴിയൊന്നുമില്ല. നമ്മൾ അതിൻ്റെ മുന്നിൽ തോറ്റുപോയി കഴിഞ്ഞാൽ തോൽവി തന്നെ. നമ്മൾ ഈ വീഴല് സ്വാഭാവികമാണ്. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വീണ് പോകും. പക്ഷെ ആ വീണെടുത്ത് നിന്ന് നമ്മൾ എണീറ്റില്ലെങ്കിൽ ആ പ്രശ്നം. വീണെടുത്തിന് എണീറ്റിട്ട് മുന്നോട്ട് പോയിക്കോളണം. ഇതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ജനങ്ങളോട് പറഞ്ഞു, അസിയുടെ അവസ്ഥ പറഞ്ഞു, അത് ജനങ്ങൾ കേൾക്കും. അവര് മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്, അവരോട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് പരിഹാരം കാണും. അതെനിക്ക് തോന്നുന്നില്ലേ? മനസ്സറിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. ഉമ്മയുടെ ഉപ്പയോടൊക്കെ ഈ ചാനലിലെ കഥ പറയുന്നതോടൊപ്പം തന്നെ തൻ്റെ പുതിയ ചാനലിൻ്റെ വളർച്ചയും കൂടി പറയേണ്ടി വരും. തീർച്ചയായും ഇവർ കൂടെ നിൽക്കും. എന്താ പറയാനല്ല പ്രേക്ഷകരോട്? ആക്റ്റീവാകും, നല്ല ഉഷിരോട് നിന്ന് ആ പഴയ ഹായ് ഗായ്സ് ഞാൻ അസി അടൂർ അങ്ങനെയല്ലേ വരാറല്ലേ? അല്ലേ? ആ ഒരു എനർജറ്റിക് വരട്ടെ, പോരട്ടെ, വാ പറ, നമ്മളെ പ്രേക്ഷകരോട് പറയടാ, കൂടെ നമ്മളൊക്കെ ഉണ്ട്, പറ. എന്തായാലും പുതിയ ചാനലിൽ നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നു. ചാനലിന്റെ പേരും കൂടി പറ. ചാനലിന്റെ പേര് അസി അടൂർ എന്ന് തന്നെയാണ്. അസി അടൂർ ഒഫീഷ്യൽ എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറയുമ്പോൾ നമ്മൾ അസി അടൂറിന്റെ ചാനൽ അസി അടൂർ ഒഫീഷ്യൽ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ സബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൂടാതെ ഞാൻ പിൻ ചെയ്ത് വെക്കുകയാണ്, കമ്മ്യൂണിറ്റിയിൽ ഇയാളുടെ ലിങ്ക് ഇടുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ പാത നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ഉശിരാക്കി മാറ്റണം. എന്ത് പറയുന്ന ശി അല്ല? 100% അതിയുടെ കൂടെ നമ്മളുണ്ട്, കൂടെയുണ്ട്. 100% കൂടെയുണ്ട്. അതിങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഈ ഒരു മനുഷ്യനായിട്ട് ഏകദേശം 2 വർഷമല്ലേ? ഈ 20 ലക്ഷം എങ്ങനെയാ പോയത് കയ്യിൽ നിന്ന്? അതൊരു സുഹൃത്ത് വഴി പരിചയപ്പെട്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ്. അത് പോയത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവനോട് പറഞ്ഞു തട്ടിപ്പാ,
ചെയ്യുന്നില്ല എന്ന്. അവൻ പറഞ്ഞു നീ ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട് ആദ്യം 2-3 പ്രാവശ്യം പ്രോഫിറ്റ് കിട്ടി. പിന്നെ കുറേ കൊണ്ടുപോയിട്ട് അങ്ങനെ അങ്ങനെ നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും, പക്ഷെ അത് പറയാൻ എനിക്ക് ഇപ്പൊ സമയമില്ല എന്നല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റുന്നില്ല. വീണ്ടും ഡിപ്രഷനിലേക്ക് പോകും. എൻ്റെ യൂട്യൂബ് ചാനൽ നഷ്ടപ്പെട്ടതിൻ്റെ തന്നെ ടെൻഷൻ ഉണ്ട്, അതാണ്. അപ്പോൾ അതിയുടെ വീഡിയോസൊക്കെ കാണണം, അതിയുടെ കൂടെ നിൽക്കണം. ഉമ്മാനോടൊക്കെ പറയുമ്പോൾ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇതൊന്ന് പബ്ലിഷ് ആയതിനു ശേഷം പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഉമ്മ, അതിൽ കുറച്ച് സബ്ബൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ശരിയാവും. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബേഴ്സൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്. പ്രിയപ്പെട്ട യൂട്യൂബേഴ്സ്, പ്രിയപ്പെട്ട വ്ളോഗർമാരെ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ നാളുകളിൽ ഇതേ അവസ്ഥ നമുക്കും ഉണ്ടാവും. 1.5 മില്യൺ, അതുകൂടെ അതിനോടൊപ്പം 20 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ചാനലും പോയി, 20 ലക്ഷം രൂപയും പോയി. വല്ലാത്തൊരവസ്ഥയിലാണ്. പ്രിയമുള്ളവരെ, കൈവിടരുത്, കൂടെ നിൽക്കുക. വ്ളോഗേഴ്സ്മാരെ, യൂട്യൂബർമാരെ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ, ഈ പാവത്തിന് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതി പേടിക്കലിൽ നിന്ന് നമ്മളൊക്കെ കൂടെയുണ്ട്. എന്തായാലും അതിയുടെ ചാനലൊക്കെ സബ് ചെയ്യണം. അതിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിക്ക് വേണ്ടിയിട്ട് തൽക്കാലം അതിയുടെ ഒരു ശബ്ദമായിട്ട് ഞാൻ മാറിയതേ ഉള്ളൂ. നാളെങ്കിൽ അതിയുടെ ശബ്ദത്തിൽ അതി അല്ലേ അവരിലേക്ക് എത്തൂലേ? ഇൻഷാ അല്ലാഹ് എത്തും, ഉറപ്പ്. ബൈ.